കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കാലം വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ജോലിയുടെ വിധത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനെല്ലാം കർത്താവ് ഒരുക്കിയ വലിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. അമ്മയെ സ്തോത്രം. അമ്മയെ നമ്മൾ ശനിയാഴ്ച വീണ്ടും ദൈവത്തിൻ്റെ സ്ഥലത്തിൽ നമുക്ക് ഒരുമിച്ച് അമ്മയെ കടന്നു വരുവാൻ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനെല്ലാം ദൈവം നമ്മളെ സഹായിക്കട്ടെ. അമ്മയെ സ്തോത്രം. എന്ന പകൽക്കാലം അമ്മയെ സ്തോത്രം. ശനിയാഴ്ച ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടി ആയിരുന്ന വ്യക്തികളുണ്ട്. അവരവർ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വലിയ കൃപ അനുഭവിപ്പാൻ തക്കോണം ദൈവം ഇന്ന് രാത്രിക്കാലം നമ്മൾ ഈ രാത്രിക്കാലം ഈ പ്രാർത്ഥന വെച്ചിരിക്കുന്നത് സ്തോത്രം. ഭാര്യക്കാർ ക്ഷീണിച്ചും തളർന്നും പോകും, യൗവനക്കാരെങ്കിലും വീഴും, ഒക്കെ കാത്തിരിക്കുന്ന ശക്തി സ്തോത്രം. അതുകൊണ്ട് അമ്മ പഴയ തുരുത്തിയായ പുതിയ വീഞ്ഞ് ദൈവം പകരത്തില്ല. പുതിയ തുരുത്തിയിലത്ര പുതിയ വീഞ്ഞ് പകരുന്നത്. സാത്താനെ പോലെ നമ്മളെ പഴയ തുരുത്തിയാക്കി, ഒന്നിനും കൊള്ളരാത്തൊരു വ്യക്തിയാക്കി നമ്മൾ ഇരിക്കുക. സ്തോത്രം. അമ്മ സ്തോത്രം. നമ്മൾ അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എടുത്തൊന്നും കിട്ടത്തില്ല. അമ്മ സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു പുത്തൻ കൃപ, ഒരു പുത്തൻ അഭിഷേകം, പുത്തൻ ശക്തി നമുക്ക് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിന് ഇവിടെയാക്കട്ടെ. ഞാൻ ഒരു വേദവാക്യം വായിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ്. നഹൂം പ്രവാചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. നഹൂം 2:1. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. വളരെ വ്യക്തമായി പറയുന്നു. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാക്കുക, വഴി സൂക്ഷിക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക, അരമുറുക്കുക. സ്തോത്രം. ആമേ സ്തോത്രം. ഈ നാളുകളിൽ സ്തോത്രം ആര് വിഴുങ്ങേണ്ടതെന്നും അലർന്ന സിംഹത്തെ പോലെ ദുഷ്ടപിശാചാകുന്ന സാത്താൻ ചില വ്യക്തികളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ ഓർക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു കരുതൽ, ഒരു കോട്ട, ഒരു സൂക്ഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ ഇല്ലെങ്കിൽ, ശരിയായ രീതിയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലല്ല നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യും? അവൻ അടിച്ച് മറച്ച് നമ്മൾ വല്ലാത്ത കുഴഞ്ഞ അവസ്ഥയിൽ ആക്കി നമ്മുടെ ജീവിതത്തിൽ ഒന്നൊക്കുമ്പോൾ ഒന്നും ശരിയാവാത്ത രീതിയിൽ മൊത്തം എന്ത് ചെയ്യും? ഒരു ക്രമീകരണമില്ലാതെ, ഒരു സ്വസ്ഥതയില്ലാതെ, ഒരു സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ നമ്മൾ മറച്ചു കളയുമെന്നൊക്കെ നമ്മൾ പറയണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നിനക്കെതിരെ സംഹാരകൻ കടന്നു വരുമ്പോൾ ആമേ സ്തോത്രം, നിന്റെ വിശുദ്ധിയുടെ കോട്ട, വേർപാടിൻ്റെ കോട്ട, ആമേ സ്തോത്രം. ആമേ സ്തോത്രം. അതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള വചനത്തോടുള്ള ബന്ധത്തിൽ ആമേ സ്തോത്രം നല്ല പ്രാഗൽഭ്യത്തോടെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകളാണ്, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മകളാണെന്നുള്ള ആ പ്രാഗൽഭ്യത്തോടെ ദൈവവുമായുള്ള ബന്ധത്തിലുള്ള ആ കോട്ടയൊന്ന് നീ കാക്കുവാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ഒരു ആമേ സ്തോത്രം, നിനക്കെതിരെ ഏത് സംഹാരകൻ കടന്നു വന്നാലും അല്ലെങ്കിൽ ആ സ്തോത്രം അത് നിൻ്റെ അടുക്കിലേക്ക് എത്തുകയില്ല. സ്തോത്രം. അതിനോട് ചേർന്ന് ഞാനൊരു വേദവാക്യം കൂടി നാം വായിക്കുന്നു. നമുക്ക് വായിക്കാം. സങ്കീർത്തനം 32-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം വായിക്കാം. സങ്കീർത്തനം 35-ന്റെ 5-6. 32-ന്റെ 5-6. ഞാൻ എൻ്റെ പാവം നിന്നോട് അറിയിച്ചു, ഞാൻ എൻ്റെ പാവം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ അകൃത്യം ഞാൻ മറച്ചതില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റു പറയും, എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൽ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ഇത് നിമിത്തം ഓരോ ഭക്തനും നിന്നെ കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറുപടമാകുന്നു, നീ എനിക്ക് മറുപടമായി നിൽക്കുന്നു. സ്തോത്രം. മനസ്സിലായോ? സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, അവൻ്റെ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളെ കടന്നു വന്നപ്പോൾ അവൻ പറയുക, ഞാൻ എൻ്റെ പാവം മറച്ചു വെക്കാതെ നിന്നോട് അറിയിച്ചു,
പാപം മറച്ചു വെക്കാതെ നിന്നോട് അറിയിച്ചത് കൊണ്ട് നീ എൻ്റെ പാപത്തെ നീ എനിക്ക് ക്ഷമിച്ചു തന്നു. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, പെരുവെള്ളം എൻ്റെ മേൽ അതോട് കവിഞ്ഞു വന്നതുകൊണ്ട്, സ്തോത്രം, പെരുവെള്ളം എൻ്റെ മേൽ കവിഞ്ഞു വന്നപ്പോൾ ദൈവം എനിക്ക് എന്ത് ചെയ്യുക, മറുപടമായി നിൽക്കുവാന്നൊക്കെ നമ്മുടെയായി. പ്രൈസ് ദി ലോർഡ്. പെരുവെള്ളം പോലുള്ള പ്രശ്നങ്ങൾ, തിരമാലകൾ നിനക്കെതിരെ ഉയർന്നു വന്നപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ പൈതലേ, ദൈവം നിനക്ക് മറുപടമായി നിൽക്കുന്നുണ്ടോ? അതോ ഈ പെരുവെള്ളം നിന്നെ മുക്കുന്നുണ്ടോ? ഈ പ്രശ്നങ്ങൾ നിന്നെ മുക്കുന്നുണ്ടോ? ഈ ലോകത്തിലെ വിവിധ വിഷയങ്ങൾ നിന്നെ മുക്കുന്നുണ്ടോ? നിന്റെ സ്വസ്ഥത കെടുത്തക്ക രീതിയിൽ, നിന്റെ സമാധാനം കെടുത്തക്ക രീതിയിൽ പലവിധ പ്രശ്നങ്ങളിൽ നിരാശയുള്ളവനായി തീർന്നിട്ടുണ്ടോ? കർത്താവേ, എനിക്കിത് വഹിക്കാൻ കഴിയുന്നില്ല, എനിക്കിത് തരണം ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല, എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. പെരുവെള്ളം പോലെ പ്രതികൂലം വരുമ്പോൾ ദൈവമേ, നീ എന്തുകൊണ്ട് എനിക്ക് മറുപടമായി നിൽക്കുന്നില്ല, നീ എനിക്കൊരു സംരക്ഷണം തരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, വ്യക്തമായ ദൈവത്തിന്റെ വചനം പറയുക, നീയും ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ? ശരിയായ ബന്ധത്തിലല്ല ഒരു വ്യക്തി പോകണമെങ്കിൽ അവൻ ചർച്ചിൽ വരുന്നുണ്ട്, അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ ഉപവസിക്കുന്നുണ്ട്, അവൻ സ്തോത്രം, അവൻ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവമായിട്ട് ശരിയായ ബന്ധത്തിലേക്കല്ല അവൻ നിൽക്കുന്നത് എങ്കിൽ, ഇന്ന് പകൽക്കാലം പറയട്ടെ, പെരുവെള്ളം പോലുള്ള പ്രശ്നം വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ കഴിയാതെ പല വ്യക്തികളും നിരാശരായി തീർന്നുകൊണ്ടിരിക്കുക. എനിക്കിനി ജീവിക്കണ്ട, മരിച്ച മതി എന്ന് തോന്നത്തക്ക രീതിയിലേക്ക് എന്ത് ചെയ്യുക, പലരെയും ശത്രു എടുത്തിട്ട് അടക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുക, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയുന്നു, പാപങ്ങളൊന്നും മറച്ചു വെക്കാതെ ദാവീദ് ദൈവത്തോട് അറിയിച്ചപ്പോൾ, കർത്താവേ, എനിക്കൊന്നും മറയ്ക്കാനില്ല, എൻ്റെ അകൃത്യങ്ങൾ, എൻ്റെ വീഴ്ചകൾ, എന്നെ സംഭവിച്ചതെല്ലാം കർത്താവേ ഞാൻ നിന്നോട് ഏറ്റുപറയുന്നു, നീ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് അതിന്മേലൊരു മോചനം തരണമേ, ഒരു വിടുതൽ തരണമേ എന്ന് പറഞ്ഞ അവൻ ശരിക്കും വസ്ത്രത്തിലല്ല ഹൃദയം നുറുക്കത്തോടെ അവൻ നിലവിളിച്ചപ്പോൾ, അവൻ അനന്ദിച്ചപ്പോൾ അപ്പോഴെത്ര വിടുതൽ നടന്നത്. ഇത് പല ദൈവമക്കൾക്കും പല വ്യക്തികൾക്കും വിടുതൽ കിട്ടാതിരിക്കുന്നതിന് കാരണം സ്വന്തം പാപത്തെ ന്യായീകരിക്കുക, സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുക, സ്വന്തം കുറ്റത്തെ ന്യായീകരിക്കുക, ആ സ്വന്തം തെറ്റിനെയും സ്വന്തം പാപത്തെ സ്വന്തം വീഴ്ചയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ശത്രുവിനെ അടുത്തിട്ട് അളക്കാൻ എളുപ്പമാ. സംഹാരം കടന്നു വരുമ്പോൾ അവിടെ വിശുദ്ധിയുടെ വേർപാടിന്റെ കോട്ടയില്ലാത്തതുകൊണ്ട് അവന്റെ കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയാ, അവന്റെ ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രവാചകൻ 2:1 പറയുന്നത്, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, നിന്റെ കോട്ട കാക്കുക, നിന്റെ അരമുറക്കുക, നിന്റെ വഴി സൂക്ഷിക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. നീ മനുഷ്യരുടെ മുമ്പിൽ എത്ര നല്ലവരാണെങ്കിൽ നീ രഹസ്യത്തിൽ ദൈവമായിട്ട് ശരിയായ ബന്ധത്തിലല്ല എങ്കിൽ സംഹാരകൻ അറിയാം, ശത്രുവിനറിയാം, നിന്റെ കുടുംബം തന്നെ തകർത്തക്ക രീതിയിൽ, കുടുംബത്തിൽ തന്നെ ചില മരണ നിലവിളികൾ ഉയരത്തക്ക രീതിയിൽ, ചില നിലവിളികൾ ഉയരത്തക്ക രീതിയിൽ, ചില പ്രശ്നങ്ങൾ, പ്രതികൂല പ്രതിസന്ധികൾ കടന്നു വരാതെ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥ വേർപാടിലേക്ക്, യഥാർത്ഥ വിശുദ്ധിയിലേക്ക്, യഥാർത്ഥ സമർപ്പണത്തിലേക്ക് നമ്മളെ തന്നെ മടക്കി വരുത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, ശരിയായ അനുതാപത്തിലേക്ക് നീ മടങ്ങി വരാൻ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗം പറയുക, പെരുവെള്ളം നിന്റെ അടുക്കലേക്ക് കടന്നു വരാതെ അവൻ നിനക്ക് മറുപടമായി നിൽക്കുമെന്ന്. ദൈവം മറുപടമായി നിൽക്കാൻ യോഗ്യതയുണ്ടോ? ആ ദൈവം അഗ്നിയാളിക്കത്തെ കണ്ണുള്ള ദൈവം നിന്നെ പരിശോധിക്കുമ്പോൾ ദൈവം നിന്നെ കാക്കാനുള്ള യോഗ്യതയുള്ള മകനായിട്ടാണോ മകളായിട്ടാണോ നീ നിൽക്കുന്നത്? നീ രഹസ്യത്തിൽ ദൈവമായിട്ട് ചില ഉണ്ടപ്പെട്ടുണ്ടെങ്കിൽ, നീ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, നീ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, നീ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവ സന്നിധിയിൽ നീ അനുദമിച്ച് കരഞ്ഞ് നിലവിളിക്കുക. അങ്ങനെ അനുദമിച്ച് നിലവിളിച്ച് കരഞ്ഞ് നിലവിളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്വന്തം കുറ്റത്തെയും പാപത്തെയും വീഴ്ചകളെയും ന്യായീകരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഓർക്കുക, പിശാചിന് അങ്ങനെയുള്ള ഒരു വലിയ ഇഷ്ടമാണ്. പിശാചിന് അവനെ തകർക്കാൻ എളുപ്പമാണ്, അവന്റെ കുടുംബം ഛിന്നഭിന്നമാക്കാൻ എളുപ്പമാണ്, അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെയാക്കാൻ അവൻ എളുപ്പമാണ്, അവസാനം ജീവിക്കേണ്ട മരിച്ച മതി എന്നുള്ള ചിന്തയിലേക്ക് വരുത്തുവാൻ അവൻ എളുപ്പമാണ്. മദ്യത്തിന് അടിമയാക്കി, മയക്കുമരുന്നിന് അടിമയാക്കി, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ വണ്ണം അവനെ തകർത്ത് കളയാൻ എളുപ്പമാണ്. അതുകൊണ്ട് എനിക്കാരും ഭയമില്ല, ഞാൻ എന്റെ ഇഷ്ടം പോലെ നടക്കും, എന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഓർക്കുക, നിനക്കെതിരെ വ്യാപരിക്കുന്ന ആരെ വിഴുങ്ങേണ്ടെന്നോ അലർന്ന സിംഹത്തെ പോലെ നിന്നെ തകർത്ത് കളയാൻ വ്യാപരിക്കുന്ന ചില ദുഷ്ടശക്തികളുണ്ട്. ആ ശത്രുവിന് നീ തന്നെ നിന്റെ കയ്യിൽ കൊണ്ട് പിടികൊടുക്കുവാനുള്ള പഴുത് നീ ഉണ്ടാക്കുമ്പോൾ ഓർക്കുക, ഹല്ലേലൂയ,
ശത്രു നിന്നെ സ്തോത്രം തകർക്കുവാൻ, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത കെടുത്തുവാൻ ശത്രുവിന്റെ പഴുത് നീ തന്നെ ഉണ്ടാക്കുമ്പോൾ ഓർക്കുക, ഈ നാളുകളിൽ കർത്താവിന്റെ കർത്താവ് പെരുവെള്ളമുള്ള പ്രശ്നം കടന്നു വരുമ്പോൾ, ദൈവത്തിന് നിന്നെ കാക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഓർക്കുക, അവൻ നിന്റെ മേൽ കവിഞ്ഞു വരും. ഈ കവിഞ്ഞു വന്നു കഴിഞ്ഞാൽ നിന്റെ ലൈഫ് തന്നെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലായി തീരുമെന്നൊക്കെ നമ്മളെയാവും. അതുകൊണ്ട് നിനക്ക് ശരിയായ ലൈഫ് നിനക്ക് വേണമെങ്കിൽ, ശരിയായ സന്തോഷം വേണമെങ്കിൽ, ശരിയായ ഒരു ജയകരമായ ജീവിതം നിനക്ക് ഒരുക്കണമെങ്കിൽ, അഗ്നിജാലിക്കത്തെ കണ്ണുള്ള ദൈവം നിന്നെ പരിശോധിക്കുമ്പോൾ ഒരു കുറ്റമില്ലാത്ത ഹൃദയത്തോടെ, കുറ്റമില്ലാത്ത മനസാക്ഷിയോടെ, കുറ്റമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുവാൻ നിന്നെ തന്നെ നീ ദൈവസ്ഥയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. വാക്കിൽ തെറ്റ്, പ്രവൃത്തിയിൽ തെറ്റ്, ഓട്ടത്തിൽ തെറ്റ്, ഇതെല്ലാം കടന്നു വന്ന് കർത്താവ് ക്ഷമിക്കണമേ, ശുദ്ധീകരിക്കണമേ, കഴുകണമേ, നിന്റെ രക്തത്താൽ കഴുകണേ, നീ വെടിപ്പാക്കണമേ. അങ്ങനെ വെടിപ്പാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ശരിയായ രീതിയിലാണ് നീ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് നീ കടന്നു വരണമെങ്കിൽ, ഈ ദൈവം ഏത് പ്രശ്നങ്ങളിൽ നിന്നിലേക്ക് വരുമ്പോൾ ദൈവം അത് നിന്റെ അടുക്കിലേക്ക് വരാതെ വണ്ണം ദൈവം നിന്നെ കാത്തിരിക്കും. മല പോലുള്ള പ്രശ്നം നിന്റെ മുമ്പിൽ മഞ്ഞ് പോലെ മാറിപ്പോകും. പെരുവെള്ളം പോലുള്ള ഏത് പ്രതികൂലങ്ങളും നിന്റെ അടുക്കിലേക്ക് കടന്നു വരാതെ ദൈവം നിന്നെ കാക്കുവാൻ തക്കവണ്ണം മതിയാവും. കർത്താവ് നമ്മളെ കാക്കുവാനും നമ്മളെ സൂക്ഷിക്കുവാനും യോഗ്യതയുള്ള മകളാണോ മകനാണോ എന്ന് അഗ്നിജാലക്കത്തുള്ള ദൈവം പരിശോധിക്കുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളോട് തന്നെ സാക്ഷി പറയും. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് സാക്ഷി പറയും. ഹല്ലേലൂയ, സ്തോത്രം. അതല്ലാതെ ഞാൻ ഞായറാഴ്ച വന്നിരുന്നേക്കാം, അതല്ലെങ്കിൽ ഏത് ദിവസം വന്നിരുന്നേക്കാം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു മെമ്പറെ എന്നും ശാസ്ത്രം പേടിയില്ല, ശവയോഗത്തിന് കടന്നു വരുന്നവർ പേടിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവന് പേടി ദൈവവചനപ്രകാരം യേശു രക്തത്തെ കഴിവ് പ്രാപിച്ച് വിശുദ്ധി പ്രാപിച്ച് നിൽക്കുന്ന ഒരു ദൈവവൈതലിനെത്രയേ സാത്താന് പേടിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞു മുപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന യേശുവിന്റെ രക്തത്താൽ നീ എന്നെ കഴുകണമേ, നീ എന്നെ വെടിപ്പാക്കണമേ കർത്താവേ. എൻ്റെ മനസ്സിൽ കർത്താവേ അറിഞ്ഞും അറിയാതെയും വന്നുപോയ വീഴ്ചകൾ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴത്രേ നിന്നെ സാത്താൻ ഭയപ്പെടുന്നു. നീ യേശുവിന്റെ നാമത്തിൽ വിട്ടു പോ എന്ന് പറയുമ്പോൾ അവൻ നിന്നെ കണ്ട് ഭയപ്പെട്ട് അട്ട ചുരുളുന്നപോലെ ചുരുണ്ട് പേടിച്ച് പറച്ച് പോകുവാൻ തക്കനോടെയാണെങ്കിൽ ഒരാത്മാവിന്റെ പവർ നിന്നിൽ കത്തണം. ഈ ആത്മാവിന്റെ പവർ കത്തണമെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, ലംഘനം ക്ഷമിച്ചു പാവം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ശരിയായ രീതിയിലേക്കുള്ള ശുദ്ധീകരണത്തിലേക്ക് ഈ നാളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ശരിയായ ഒരു വേർപാടിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധമാവ് നമുക്ക് വേണ്ടി വെടിവെച്ച് ചെയ്യാൻ പോവുക. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ തെറ്റിനെയും കുറ്റത്തെയും ന്യായീകരിക്കുമ്പോൾ വന്ന കുഴപ്പമെന്ന് വെച്ചാൽ, സംഹാരകം നിനക്കെതിരെ കരുതി വരുമ്പോൾ നിന്നിൽ കോട്ടയില്ല, വിശുദ്ധിയുടെ കോട്ടയില്ല, വേർപാടിൻ്റെ കോട്ടയില്ല, ദൈവമായിട്ടുള്ള ആത്മീയമായ പരിശുദ്ധാത്മാവിൻ്റെ കാവലിൻ്റെ വിശുദ്ധിയുടെ വേർപാടിൻ്റെ കോട്ടയില്ലാത്തതുകൊണ്ട് അവൻ നിന്നിലേക്ക് കടന്നു വന്നിട്ട് നിന്നെ തന്നെ എന്ത് ചെയ്യുക, സ്തോത്രം, ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് ആക്കി തീർക്കും. അപ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. ഒരു സ്വസ്ഥതയില്ല, ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല. ഈ അവസ്ഥയിൽ എത്തിച്ചേരുന്ന അവസ്ഥയുടെ കാരണം പിശാചിന് നമ്മളായിട്ടാണ്. സ്തോത്രം, സംഹാരകൻ വരുവാൻ നമ്മളെ തകർക്കുവാൻ സകവനം ശത്രു ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ സ്തോത്രം നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പിശാചിന് നമ്മളെ തകർക്കാൻ വഴി ഒരുക്കരുത്. അതുകൊണ്ടാണ് 107 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്. 107 സങ്കീർത്തനം അതിൻ്റെ സ്തോത്രം 10 വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? വായിച്ചേ. സങ്കീർത്തനം 107:10. ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ട് അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവൻ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. മതി, മനസ്സിലായോ? ദൈവം തെക്കോട്ട് പോകുന്ന വടക്കോട്ട് പോകുന്ന ഓരോരുത്തരുടെ അവസ്ഥയാണ്. എന്താ പറഞ്ഞേക്കണേ? ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതിൻ്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലകപ്പെടുകയാണ്. അവൻ അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലാലും അവൻ ബന്ധിക്കപ്പെടുക. കഷ്ടത കൊണ്ട് അവനെ താഴ്ത്തി വിടിയിപ്പാൻ ആരും ഉണ്ടായില്ല.
സഹായിപ്പാനുണ്ടായി. എങ്ങനെ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിക്കുക? രക്ഷിക്കപ്പെടണം, പാപങ്ങളേറ്റു പറഞ്ഞ് മാനസാന്തരപ്പെടണം. സൗകര്യമില്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോകും. ആമേ സ്തോത്രം. നീ സ്നാനപ്പെടണം. ആമേ സ്തോത്രം. അതേ സ്തോത്രം. ആമേ സ്തോത്രം. ആമേ അതുപോലെ തന്നെ വേർപാട് ആചരിക്കണം, വിശുദ്ധി പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം, ദൈവഭയത്തോടെ ദൈവസ്ഥലിൽ നിൽക്കണം. ഇതെല്ലാം പറയുമ്പോൾ നമ്മെ സ്തോത്രം അതിലെല്ലാം തട്ടിക്കളഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടം വെച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടത്തിൽ കൂടി നടക്കുമ്പോൾ എന്താ? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി നിൽക്കുക. അവന് വരുന്ന വിഷയത്തിന്മേൽ അവൻ കുഴഞ്ഞു മറിയും. അവൻ കുഴഞ്ഞു മറിയുന്നല്ലാതെ അവൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം കുഴച്ചിലും മറച്ചിലും വീഴ്ചയും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതല്ലേ അങ്ങനെ പറഞ്ഞാൽ വചനത്തോട് മത്സരിക്കുമ്പോൾ അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു. അവൻ എന്ത് ചെയ്യുക? കഷ്ടത കൊണ്ട് താഴ്ത്തി അവരെ വിടിയിപ്പാൻ ആർക്കും രക്ഷിപ്പാൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ടാണ്? അവൻ്റെ കയ്യിലിരിപ്പുണ്ട്. ശത്രു എന്ത് ചെയ്യുക? ശത്രുവിന് എന്ത് ചെയ്യുക? അവൻ എന്ത് ചെയ്യുക? തകർക്കാൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക. മനസ്സിലായോ? അത് തന്നെയാണ് 81 സങ്കീർത്തനത്തിൻ്റെ 13-14 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്. 81 സങ്കീർത്തനം അതിൻ്റെ 13-14 വാക്യം ഒന്ന് വായിച്ചേ. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്കുകൾക്ക് ഇസ്രായേൽ എൻ്റെ വഴി നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. ഞാൻ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ മേൽ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. മനസ്സിലായോ? എന്താ പറയണേ? അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്കുകൾക്ക് ഇസ്രായേൽ എൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്തെങ്കിൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ ദൈവത്തിൻ്റെ കൈ തിരിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് വൈരിയുടെ കൈ നേരെ ദൈവത്തിൻ്റെ കൈ തിരിയുന്നില്ല? ശത്രു അവന് മുമ്പിൽ കീഴടങ്ങാത്തതിൻ്റെ കാരണം എന്നാ? ശത്രു അവനെ എന്ത് ചെയ്യുക? ചവിട്ടി മെതിക്കുന്നതിനുള്ളിൽ മെതിക്കത്തക്ക രീതിയിലേക്ക് അവനിങ്ങനെ കുഴച്ച് മറച്ചുകൊണ്ടിരിക്കുന്ന കാരണം എന്നാ? അവൻ ദൈവത്തോട് മറുതലിച്ചു, ദൈവത്തിൻ്റെ ആലോചന നിരസിച്ചു, അവൻ്റെ ഇഷ്ടത്തിനും നിരൂപണത്തിനും അനുസരിച്ച് അവൻ പോയി. അങ്ങനെ പോയത് കൊണ്ട് എന്ത് ചെയ്തു? ശത്രുവിന് അവനെ കീഴടക്കാൻ ശത്രുവിന് അവന് ജയിക്കാൻ കഴിയുന്നുണ്ടോ? അവന് എന്ത് ചെയ്യുക? അവനൊരിക്കലും ശത്രുവിന് ജയിക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് അവനങ്ങ് പോവുക. സ്തോത്രം. അങ്ങനെ പോകുമ്പോൾ അവർക്ക് അച്ഛനോട് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. സ്തോത്രം. ഒന്ന് നോക്കുമ്പോൾ ഒന്നും ശരിയാകില്ല. ഭാര്യയ്ക്ക് പ്രശ്നം, മക്കൾക്ക് പ്രശ്നം, ദേശത്തെ പ്രശ്നം, വ്യക്തികൾക്ക് പ്രശ്നം. അങ്ങനെ ഓരോ വ്യാപാര ശക്തികൾ, ഓരോ വ്യാപാരങ്ങൾ കൊണ്ട് ഇവരിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. സാധാരണ വലിയ തന്ത്രം എന്താ? അറക്കുക, മുണ്ടിക്കുക, നശിപ്പിക്കുക. അങ്ങനെ ആ പിശാചിനുള്ള പഴുതുകൾ എന്ത് ചെയ്യുക? ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. ഇവൻ ശരിയായ ഓർഡർ അല്ലാത്തുള്ള ബന്ധക്കോസുകാരനായാലും ഇതിനേക്കാൾ ഇരട്ടി പ്രശ്നമായിരിക്കും കടന്നുവരുന്നത്. എന്തുകൊണ്ടാണ്? ശരിയായ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആർക്കാ പ്രശ്നം വരുന്നത്? വചനത്തോട് മറുതലിക്കുന്നവൻ, ദൈവത്തിന് വചനം അനുസരിക്കാത്തവന് ശത്രുവിനെ കീഴടക്കാൻ കഴിയില്ല. പാസ്റ്റർമാർ തലേ കൈ വെച്ചാലും എന്തൊക്കെ കാണിച്ചാലും വിടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ വചനത്തിലേക്ക് മടങ്ങി വരണം, ദൈവഭയത്തിലേക്ക് മടങ്ങി വരണം, ദൈവിക പ്രമാണത്തിലേക്ക് മടങ്ങി വരണം. അതല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? പ്രശ്നങ്ങളിട്ടുണ്ട് കുഴച്ച് മറച്ച് ഇനി ജീവിക്കണ്ട, മരിച്ച മതി എന്നുള്ള ചിന്തയിലേക്ക് പോലും പിശാച് വരുത്തുന്ന അവസ്ഥകൾ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക. സ്തോത്രം. ആ അവസ്ഥ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനത്തിന് എന്ത് ചെയ്യുക? പുറകെ തട്ടി മാറ്റിയിട്ട് അവൻ്റെ നിരൂപണത്തിൽ നടക്കുക. പിന്നെ എങ്ങനെ ശത്രുവിന് അവന് ജയിക്കാൻ കഴിയും? അതുപോലെ ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് പറയാം, അല്ലെങ്കിൽ സംഹാരക നിനക്കെതിരെ കടന്നു വരുമ്പോൾ ആ സംഹാരകൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ ദൈവം നിനക്ക് മറുപടമായി നിന്ന് ദൈവം നിന്നെ സൂക്ഷിക്കും, പരിപാലിക്കാതിരിക്കും. ആദ്യം ദൈവമായിട്ടുള്ള ബന്ധം നല്ല രീതിയിലായിരിക്കണം. നല്ല രീതിയിലല്ലെങ്കിൽ പ്രശ്നം ആഞ്ഞടിച്ചിരിക്കും. അതല്ല ഞാൻ പറഞ്ഞു. ഇവിടുന്ന് അടിമാലിക്ക് ബസ്സിൽ കയറുമ്പോൾ ബസ്സിൻ്റെ സൈഡ് സീറ്റ് ഇരിക്കുന്നവരുടെ മേളിലൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല. കയ്യും കാലും പുറത്തിറങ്ങല്ല, കയ്യും തലയും പുറത്തിറങ്ങുന്നത്. ഇവിടുന്ന് വണ്ടി നല്ല 100 കിലോമീറ്റർ സ്പീഡിൽ ഇപ്പോൾ പാഞ്ഞു പോകുന്നൊരു വണ്ടിയിൽ നിന്ന് തല നീട്ടി എന്നാന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തല കാണില്ല, കൈ നോക്കി ചിലപ്പോൾ കൈ കാണില്ല. കയ്യും തലയും പുറത്തിടാതെ വണ്ടിയിൽ ഇരുന്നോളണം. ഇപ്പോഴത്തെ വണ്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നു. സ്തോത്രം. എന്ന് വെച്ചാൽ
അതൊരു മുന്നറിയിപ്പാണ്. വണ്ടിയിലിരിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ഇരുന്നില്ലെങ്കിൽ തലയും കൈയും കാണണം. ആമേ സ്തോത്രം, ആമേ സ്തോത്രം. തലയിലിരിക്കണം കുഴപ്പമില്ല, കൈയും കാലും മതിന്നുകൊണ്ടുള്ള കാര്യമുണ്ടോ? ജയിച്ചല്ലോ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവിക പ്രമാണമാകുന്ന ട്രാക്കിൽ നിൽക്കുമ്പോൾ പ്രൈസലോൺ ഇത് തന്നെയാണ് പറയുന്നത്, കയ്യും തലയും പുറത്തിലെടുത്ത നീ നിൽക്കേണ്ട വഴി വിട്ട് ട്രാക്ക് വിട്ട് നീ മാറിയിട്ടുണ്ടെങ്കിൽ, ആ ട്രാക്കിലേക്ക് നീ മടങ്ങി വരുവാൻ മനസ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ട്രാക്കിൽ കൂടി പോവുകയും ചെയ്യും, എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം പോവുകയും ചെയ്യും. ആമേ സ്തോത്രം. എനിക്ക് ദൈവത്തിൽ നിന്ന് വിടുതലും വേണമെന്ന് പറഞ്ഞാൽ രണ്ടും നടക്കത്തില്ല. ഇരുളിലും വെളിച്ചത്തിനും നമ്മൾ യാതൊരു കൂട്ടായ്മയുമില്ല. ഉത്തരത്തിൽ എടുക്കുകയും ചെയ്യണം, കക്ഷത്തിലുള്ള വെക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇവിടെ നിനക്ക് ഒന്നര നീ പുറത്ത് അല്ലെങ്കിൽ അകത്ത് ഇതിലേതെങ്കിലും ഒരു തീരുമാനത്തിൽ പോയില്ല എങ്കിൽ വിശ്വാസെടുത്തിട്ട് അളക്കുന്ന അവസ്ഥയാണ് വരുന്നത്. അത് ബന്ധുക്കോസാരെ ഏറ്റവും കൂടുതൽ വിശ്വാസം ഇറക്കിക്കൊണ്ടിരിക്കുക. എന്നറിയാമോ, പലർക്കും ദൈവമായുമില്ല. എൻ്റെ ഇഷ്ടപ്രകാരം നിനക്ക് ആരും ചോദിക്കാനും കഴിയില്ല. കുഴപ്പമില്ല, നിന്റെ ഇഷ്ടപ്രകാരം നടന്നോ. പക്ഷെ വരുന്ന പ്രശ്നത്തെ നീ വലിച്ച് എന്ത് ചെയ്യുക, ആ പ്രശ്നത്തെ എന്ത് ചെയ്യുക, ആൾക്കാരിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞുകൊണ്ടിരിക്കുക ഓരോ പ്രശ്നം കൊണ്ട്. പിന്നെ ഓർക്കാൻ വേണ്ടി ഇടയ്ക്ക് സഭയിലിങ്ങനെ മെമ്പറായിട്ട് ബോഡിയായിട്ട് പോകുന്നു. പക്ഷെ അതല്ല, ഈ പിശാസിനെ ജയിച്ച പവറോടെ, പിശാസിനെ തകർക്കുന്ന ഒരു അഭിഷേകത്തോടെ ഇനി എൻ്റെ കുടുംബത്തിലെ സ്വസ്ഥത കരുത്തിന് മതി പിശാസെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് മതി പിശാസെ, എൻ്റെ കുടുംബത്തിൽ ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഭാര്യ, അതല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ബന്ധനായിരിക്കുന്നവരുടെ മേൽ പ്രശ്നം ഉണ്ടാക്കി മതി പിശാസെ. ഞങ്ങളുടെ യേശുവിൻ്റെ രക്തത്താൽ ഒന്നുകിലും പുതുക്കപ്പെടുക, ശുദ്ധീകരിക്കപ്പെടുക, ഞങ്ങളുടെ ഹിതം പോലെയല്ല എൻ്റെ കർത്താവിൻ്റെ ഹിതത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരിക. അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ സാത്താന്യ ശക്തികളെ എതിർക്കാനുള്ള പവർ ദൈവം നമുക്ക് തരും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനെ എതിർത്തിരിപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എങ്ങനെ? ആദ്യം നീ ദൈവത്തിലേക്ക് മടങ്ങുക, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക്, വേർപാടിലേക്ക്, ദൈവിക പ്രമാണത്തിലേക്ക്, ദൈവത്തിൻ്റെ ആലോചനയിലേക്ക് നീ ഒന്ന് മടങ്ങുക. അങ്ങനെ മടങ്ങി വന്നിട്ട് പിശാചിനെ എതിർക്കുക. ശരിയായൊരു മടങ്ങിവരവ് വന്നാൽ മാത്രമേ സാത്താനോട് ജയിക്കാനുള്ള പവർ നമുക്ക് കിട്ടത്തുള്ളൂ. ആ മടങ്ങിവരവ് ശരിയായി വന്നില്ലെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റുമോ? ഇല്ല. പിശാച് ഞാൻ പറഞ്ഞ പോലെ പൂച്ചനെ ഉണക്കയിലെ വിട്ട് അടിക്കുമ്പോൾ ഇരിക്കുള്ളൂ, പോകത്തില്ല. അമ്മസ്തോത്രം. ഒന്നൊക്കെ എന്നും പ്രശ്നമായിരിക്കും. മക്കൾക്ക് പ്രശ്നം, ഭാര്യയ്ക്ക് പ്രശ്നം, കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം, കുടുംബത്തിൽ ആ പ്രശ്നം, ഈ പ്രശ്നം എന്താ? ശരിയായ ക്രമീകരണം ഇല്ലാത്തതുകൊണ്ടാണ്. ശരിയായ ക്രമീകരണത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, കർത്താവ് നമ്മുടെ രാത്രിയിലെ ഭയത്തെയും പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിലെ മഹാമാരിയെയും ഉച്ചയ്ക്ക് സംഹാരവും നിന്റെ കുടുംബത്തിൽ വരാതവണം, ഒരു ബാധി നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, ഒരാളത്തിൽ നിനക്ക് ഭവിക്കാതവണം, നിന്റെ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ അവൻ നിന്റെ കൈകളിൽ വഹിക്കും. ശരിയായ വിശുദ്ധിയിലേക്കും പ്രമാണത്തിലേക്കും നമ്മൾ കടന്നു വന്നാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, അമ്മ സ്തോത്രം, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റ് ഹല്ലേലൂയ അഭിഷേകത്തോടെ ശക്തിയോടെ ശരിയായ വേർപാടോടെ നിൽക്കുവാൻ മനസ്സ് വെച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. ശരിയായ പ്രമാണത്തിലേക്ക് വരണം വേണ്ടെന്നുള്ള തീരുമാനം നമ്മളിലായിരിക്കുന്നത്. ആണോ? ചൂരവടി അടിച്ച് ദൈവം ആരും നന്നാക്കുന്ന പരിപാടി ദൈവത്തിനില്ല. ഒന്നല്ലെങ്കിൽ നേരെ നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. ചാൻസ് കൊടുക്കും. പറ്റില്ലെങ്കിൽ സ്വതന്ത്ര മുറയിൽ എല്ലാവരും നശിപ്പിച്ച് കൊടുത്ത് നീ നശിച്ചു പോകും. അല്ലേ? ദൈവത്തെ ഭയമില്ല, ദൈവത്തോട് ഭക്തിയില്ല, വിശ്വാസവുമില്ല. അവർ വഷളത്വം പ്രവർത്തിച്ചപ്പോൾ ദൈവം പറഞ്ഞു ആ സ്വതനിവാസികൾ എന്ത് ചെയ്യും? മ്ലേച്ഛകരമായ ജീവിതം നടക്കുക. അപ്പോൾ ദൈവം പറഞ്ഞു ആ പട്ടണത്തിൽ തന്നെ നശിപ്പിച്ച് കളയാൻ ദൈവം തീരുമാനമെടുത്തു. അല്ലേ? തീരുമാനമെടുത്തപ്പോൾ ദൈവം എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ ഒരു അംശമുള്ള ദൈവം ആ ലോകത്തിനെയും കുടുംബത്തെ ദൈവം രക്ഷിക്കാൻ മനസ്സ് വെച്ചു. അവർ മാത്രം എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യുക? നായകളും മൃഗങ്ങളും എല്ലാം ചത്തുപോകുന്നതിന് തുല്യമായി തീയും കണ്ടുകൊണ്ട് അവരെല്ലാം ഇത് കത്തി അമർന്ന് നശിച്ച് പോയി. സ്വത്രം. ആ ലോകത്തും കുടുംബം മാത്രം. ഒറ്റ കാര്യം പറഞ്ഞോളൂ, വലിയ ന്യായവിധി പുറകിൽ കൊടുത്ത് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോളാൻ പറഞ്ഞു. അതല്ലേ പറഞ്ഞേ? എന്നിട്ടും ഈ അകത്തും പുറത്തും അല്ലാത്ത ചെറിയൊരു കുളത്തിലും കരയില്ലാത്ത ആർക്കുണ്ടായിരുന്നു? ലോകത്തിൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. ശരിയാണോ? തിരിഞ്ഞു നോക്കരുതുകൊണ്ട് എന്ത് ചെയ്തു? തിരിച്ചു നോക്കി. ദൈവം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ പുള്ളി കേട്ട് പോകണമെന്ന് എനിക്ക് സൗകര്യമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയത് ഓർമ്മയുള്ളൂ. പിന്നെ എന്ത് ചെയ്യുന്നത്? അതിപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്.
കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് നമ്മുടെ നിരൂപണങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ഒരുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അല്ലേ. തിരിഞ്ഞു നോക്കരുത് പറഞ്ഞാൽ അങ്ങനെ തിരിഞ്ഞു നോക്കാതെ പോയാൽ മതിയാണ്. സ്വത്രം ഏതായാലും ഭാര്യനെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ തിരിഞ്ഞു നോക്കിയില്ല, അതുകൊണ്ട് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടു. ദൈവമേ കൂടെ വന്നവളെ കണ്ടിട്ടില്ലെന്ന് നോക്കിയാക്കാന്ന് പറഞ്ഞെങ്കിൽ പുള്ളി അങ്ങനെ തന്നെ ഉപ്പുകളായി. അപ്പോൾ പുള്ളി അതിനേക്കാളും എന്ത് ചെയ്തു, ആ ദൈവം പറഞ്ഞ വചനത്തിന് സ്ഥാനം കൊടുത്തു. അപ്പോൾ ഈ സ്ഥാനം കൊടുത്തതുകൊണ്ട് എന്ത് ചെയ്തു, ലോകത്തും മക്കളും തിരിഞ്ഞു നോക്കാതെ ഓടി. തള്ളേനെ കണ്ടില്ലെന്ന് പറഞ്ഞ് പിള്ളേർ നോക്കിയെങ്കിൽ എന്ത് ചെയ്യുന്നത്, പിള്ളേരും ഉപ്പൂണായി പോയാനെ. ആരെല്ലാം തിരിഞ്ഞു നോക്കിയാൽ അവരെല്ലാം ഉപ്പൂണായി പോയാനെ. സ്തോത്രം. എന്തായാലും ദൈവകൃപയാൽ നോക്കിയ ഒരാൾ മാത്രമേ ഉള്ളൂ, ആ ഒരു ഉപ്പൂണ എപ്പോഴും അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ സ്തോത്രം. അല്ലെങ്കിൽ സ്വന്തം നിരൂപണത്തിൽ, സ്വന്തം നിയോഗത്തിൽ, സ്വന്തം കാഴ്ചപ്പാടിൽ നിന്നവരെല്ലാം നായകളും എന്ത് ചെയ്യുക, മൃഗങ്ങൾ ചത്തുപോകുന്നതിന് തുല്യമായ രീതിയിൽ കത്തി അമർന്ന് ചത്തുപോയി. അവിടെ സ്വതം പട്ടണത്തെ ദൈവം മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. അതുതന്നെയാണ് നോഹയുടെ കാലത്ത് എന്ത് ചെയ്യുക, ജലം തിന്നാനും കുടിപ്പാനും കളിപ്പാനും മാത്രമേ ഇട്ടു. ആർക്കും ബൈബിൾ വായിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട, എന്ത് ചെയ്യുക, സ്വന്തം ഇഷ്ടത്തിന് രാവിലെ എഴുന്നേൽക്കും. പിന്നെ എന്ത് ചെയ്യുക, ദൈവത്തോടുള്ള പ്രാർത്ഥന കാര്യങ്ങളൊന്നുമില്ല. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, കളിക്കുക, ഇങ്ങനെയുള്ള ചിന്തയിലേക്ക് മാത്രമേ ദൈവത്തെ എന്ത് ചെയ്യുക, ദൈവത്തെ യാതൊരു ഭയമില്ല. അവരുടെ നിരൂപണത്തിൽ മ്ലേച്ഛകരമായ രീതിയിൽ എന്ത് ചെയ്തു, ദൈവത്തിന് അനിഷ്ടമായി ചെയ്തു. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കൃപയുള്ള, ദൈവത്തിന് ആവശ്യമുള്ള, ദൈവഭയമുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഏത് കുടുംബമായിരുന്നു? ആ നോഹയുടെ കാലത്ത് ഏത് കുടുംബം മാത്രമായിരുന്നു ദൈവഭയമുള്ള കുടുംബം? നോഹയുടെ കുടുംബം മാത്രം. അപ്പം നോഹയോട് ദൈവം പറഞ്ഞു, ദൈവഭയമുള്ള കുടുംബത്തോട് ദൈവം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നോഹയുടെ കുടുംബത്തോട് ദൈവം സംസാരിച്ചു, നോഹേ, ഈ ജനം ഭക്ഷണത്തെ മ്ലേച്ഛത പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ പാവം എനിക്ക് സഹിക്കാൻ കൂടാതെ ഞാൻ ഇവരെ നശിപ്പിച്ച് കളയാൻ തീരുമാനമെടുത്തു. അങ്ങനെയാണ് ദൈവം പറഞ്ഞൊരു കാര്യം, നീ ഒരു പെട്ടകം ഉണ്ടാക്കി നീയും കുടുംബം എന്ത് ചെയ്യുക, ഇതിൽ പ്രമാണപ്രകാരം നിൽക്കുന്നവർ മാത്രം എന്ത് ചെയ്യുക, ഈ പെട്ടകത്തെ കയറ്റുക. അങ്ങനെയാണ് എന്ത് ചെയ്തത്, നോഹയും കുടുംബവും ഉൾപ്പെടെ എന്ത് ചെയ്തു, സകല ജീവജാലങ്ങളിലും ഓരോരുത്തരും എന്ത് ചെയ്തു, ഈ പെട്ടകത്തിലുണ്ടായിരുന്നു. നോഹയും കുടുംബവും ഈ പെട്ടകത്തെ കയറി. സ്തോത്രം. പെട്ടകത്തിൻ്റെ കിളിവാതിൽ ആരടച്ചു? ദൈവം അടച്ചു. ദൈവം അടച്ചിട്ട് എന്ത് ചെയ്തു, രാത്രിയും പകലുമില്ലാതെ 40 രാവും പകലും എന്ത് ചെയ്തു, മഴ പെയ്തു. 1-ാം ദിവസം 2-ാം ദിവസം ആദ്യം എന്ത് ചെയ്തു, അത്ര കാര്യമാക്കിയില്ല. 2-ാം ദിവസം കാര്യമാക്കിയില്ല, 3-ാം ദിവസം കാര്യമാക്കിയില്ല. പക്ഷെ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം പൊങ്ങാൻ തുടങ്ങി. അങ്ങനെ വെള്ളം പൊങ്ങി 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 എല്ലാവരും പറക്കം പാഞ്ഞു. പിന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ മാറി. പിന്നെ ഒരു പരക്കം പാഞ്ഞിങ്ങനെ ഒരുത്തമ്പോൾ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടില്ല, എല്ലാം ചത്തുപോയി. സകല വ്യക്തികളും ചത്തുപോയി. ബൈബിൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ചത്തുപോയെന്ന് എഴുതുന്നതും കർത്താവ് നിദ്ര വായിച്ചെന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ദൈവമായിട്ടുള്ള ബന്ധമുള്ളവൻ്റെ ഭരണം ദൈവത്തിന് വിലയേറിയതാണ് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന് ഏത് തിന്മ പ്രവർത്തിക്കാനും തിന്മയിൽ കൂടി പോകുവാനും എന്ത് ചെയ്യുക, അവനെ എന്ത് ചെയ്യുക, ദൈവം ബലമായിട്ട് ആരെ എന്ത് ചെയ്യുക, അവൻ പുറകോട്ട് പിടിക്കുന്ന സ്വഭാവം ദൈവത്തില്ല. പക്ഷേ അവന് മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ തിക്തഫലവും അവനെന്ത് ചെയ്യും, അവൻ്റെ ജീവിതത്തിൽ കടന്നു വരും. സ്തോത്രം. എന്ന് വെച്ചാൽ സംഹാരകൻ സ്തോത്രം കടന്നു വരുമ്പോൾ ദൈവം അവനെ രക്ഷിക്കത്തില്ല. എങ്ങനെ രക്ഷിക്കാനാ? നേരെ നിൽക്കുന്നവനെ, പ്രമാണപ്രകാരം നിൽക്കുന്നവനെ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രമാണം അനുസരിക്കാത്തവൻ ആക്സിഡൻറ്റ് വഴിയായിട്ട്, അതല്ലെങ്കിൽ വലിയ വിവിധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യുക, പല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു രീതിയിലുള്ള സംരക്ഷണവും ദൈവത്തിന് അവനിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ശരിയായ പ്രമാണത്തിലേക്ക് നിന്നാൽ, ശരിയായ വേർപാടിലേക്ക് നിന്നാൽ, ശരിയായ വിശുദ്ധിയിലേക്ക് നിന്നാൽ, അവൻ ദൈവമായിട്ട് നിന്നാൽ എന്ത് സംഭവിക്കുന്നറിയാവോ? ദൈവത്തിൻ്റെ കൃപയും കാവലും കോട്ടയുണ്ടാവും. സംഹാരകം നമുക്കെതിരെ കടന്നു വരുമ്പോൾ അത് നമ്മുടെ അടുക്കിലേക്ക് വരാതെ വണ്ണം ദൈവം നമ്മളെ മറുപടമായി സൂക്ഷിക്കും. ആ മറുപടമായി സൂക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ദോഷം നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉണ്ട്. എന്തുകൊണ്ട്? ദൈവം അവർക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ ദൈവം അവനോട് കൂടി ഇരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ വിഷയം മനസ്സിലായോ? അപ്പം ശരിയായ ദൈവഭയത്തിലേക്കും ശരിയായ വേർപാടിലേക്കും ശരിയായ വിശുദ്ധിയിലേക്കും ഒരു വ്യക്തി കടന്നു വന്നാൽ ദൈവം അവനെ വിടുവിച്ചിരിക്കും. ബസക്കരെ കയ്യിൽ നിന്നും പുറത്തിറങ്ങാൻ എന്ത് ചെയ്യും?
കോതാങ്കളത്താണെങ്കിൽ കോതാങ്കളത്ത് എത്തിയിരിക്കും. അടിമാലിൽ അടിമാലിൽ എത്തിയിരിക്കും എന്ന് വെച്ചാൽ അപ്പം ഈ പ്രമാണത്തിന്റെ പ്രകാരം നിൽക്കണോ വേണ്ടെന്ന് ആര് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. അത് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ വരാതിരിക്കുന്ന പ്രശ്നം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടത്. സ്വന്തം ഇത് തന്നെയുള്ളൂ. ഇതിന് ഏതൊരു ഓപ്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ നിനക്ക് പല്ലുവേദന വന്നാൽ നീ തന്നെ അനുഭവിക്കും, വേറെ ആർക്കും അത് അനുഭവിക്കാൻ ഓപ്ഷനില്ല. അതുകൊണ്ട് സ്തോത്രം, നീ ശരിയായ പ്രമാണത്തിലേക്ക് നിൽക്കുവാൻ നീ മനസ്സ് വെച്ചാൽ ദൈവം നിന്നോട് കൂടി ഇരുന്ന് വീര്യം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ദൈവം നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെ നീ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെയെങ്കിൽ നിന്നെ തന്നെ നിന്റെ ഉപദേശത്തെ നീ സൂക്ഷിക്കുമ്പോൾ നിന്നെ തന്നെ മാത്രമല്ല നിന്റെ വചനം കേൾക്കുന്നവരെ നീ വിടുവിക്കും. മനസ്സിലായോ? ശരിയായ പ്രമാണപ്രകാരം നമ്മൾ നിന്നാൽ മറ്റുള്ളവരെ നമ്മൾ വിടിയിപ്പാൻ ദൈവം വഴിയൊരുക്കും. നമ്മൾ റോങ് ആയിട്ട് നിന്നിട്ട് വല്ലതും വല്ലതും പറഞ്ഞ് വല്ലതും കേൾക്കുമോ? ഒന്നും കേൾക്കില്ല. എന്ന് വെച്ചാൽ 10 ലിറ്റർ ആമേശ്വര പാല് ഒരമ്മച്ചിക്ക് വേണം. ഈ അമ്മച്ചിക്ക് പശു എന്ത് ചെയ്യും? 7 ലിറ്റർ പാലാണ് കൊടുക്കണേ. 7 ലിറ്റർ പാലിലൂടെ 3 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കും. വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യും? ഈ 3 ലിറ്റർ വെള്ളം ഒഴിച്ച് 10 ലിറ്റർ ആക്കിയിട്ട് കൊടുത്ത് പൈസ ഉണ്ടാക്കും. അമ്മച്ചി വേറെ മാനസാന്തരപ്പെടുമോ? വലിയൊരു മാനസാന്തരപ്പെടുമോ? അമ്മച്ചി ഇവിടെ കാണിക്കണത് എന്താ? 7 ലിറ്ററിന് വരും 10 ലിറ്റർ ആക്കി വെള്ളം ഒഴിച്ച് ചേർത്താക്കുക, തട്ടിപ്പുണ്ടാക്കി വെക്കുക. എന്നിട്ട് പിന്നെ വേറെ എടുത്തിട്ട് നന്നാവാൻ പറഞ്ഞ് നന്നാവുമോ? സ്വത്രം അല്ലല്ലേ? ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് മടങ്ങി വരണം. ആദ്യം ദൈവിക പ്ലാനിലേക്ക് മടങ്ങി വന്നാലാണ് അത് സാത്താൻ നീ പറഞ്ഞേക്കും പരിഹസിക്കും നമ്മളായിട്ട്. അത് വരാതിരിക്കുക. നീ ആദ്യം പ്രമാണത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മളെക്കാൾ നമ്മൾ ആർക്കും ഭയം ഉണ്ടാകും, പൈശാചികൾക്ക് ഭയം ഉണ്ടാകും. പ്രൈസ് അത്രയ്ക്കും പവർഫുള്ളാക്കണം. സ്തോത്രം. അങ്ങനെ ശരിയായ ഒരു പവർഫുള്ളിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ദൈവാത്മാവ് നമ്മളെ കരങ്ങളെടുക്കാവുന്ന നാളുകൾ മുമ്പിലോട്ടുന്ന വ്യക്തമായ ദൈവാത്മാവ് ഇടപെട്ടിരിക്കുക. സ്തോത്രം. അത് മാത്രമല്ല, ദൈവാത്മാവ് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: നീ മടങ്ങി വന്നാൽ നിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ നിൽക്കാൻ കൊള്ളാവുന്നവനാക്കി തീർക്കും. മനസ്സിലായോ? എന്നിട്ട് പറയാ, നീ അധമമായത് വെച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയില്ല. നീ അധമമായത് വെച്ച് ഉത്തമമായത് സംസാരിച്ചാൽ അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയില്ല. മനസ്സിലായോ? സ്തോത്രം. ശത്രുക്കൾ, ദർശനം നഷ്ടപ്പെട്ടവർ, ദൈവത്തെ അറിയാത്തവർ, ദൈവിക കാഴ്ചപ്പാടില്ലാത്തവർ, സ്തോത്രം, അവരവരുടെ നിലകളിൽ നിന്നോട് സംസാരിക്കുമ്പോൾ നീ ശരിയായ പ്രമാണത്തിൽ നിൽക്കുന്നുവെങ്കിൽ നിന്റെ വാക്ക് നിമിത്തം ആര് വരും? അവർ നിന്റെ പക്ഷത്തേക്ക് വരും, നീ അവരുടെ പക്ഷത്തേക്ക് പോകില്ല. നിന്നിൽ ആത്മാവില്ലെങ്കിൽ, നിന്നിൽ വേർപാടില്ലെങ്കിൽ, നിന്നിൽ വിശുദ്ധി ഇല്ലെങ്കിൽ, ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ സ്തോത്രം എന്ത് ചെയ്യും? നീ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ സാത്താൻ നിന്നെ വലിക്കാൻ എളുപ്പമുണ്ടോ? ഇത് തന്നെയാണ് ഇസ്രായേൽ ജനത്തിന് പറ്റിയത്. വാളിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി. ഈ വാളിൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഇസ്രായേൽ ജനം എന്ത് ചെയ്യുക? ഫെലിസ്തീൻ ഉൾപ്പെടെ വാളിൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കുക. മനസ്സിലായില്ലേ? ഈ വാലെ പ്രസാദിക്കാന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഡിസോർഡർ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ആ ഭാഗത്തേക്ക് പോയി. വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ ഇതിട്ടുണ്ട്. സ്തോത്രം. വാലെ പ്രസാദിക്കാന്ന് പറഞ്ഞാൽ അമ്പലത്തിന് അവിടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ സ്വന്തം പറഞ്ഞവർക്ക് ദൈവക്രമം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ പോകും. പിന്നെ അവിടെ പോയി അതാണ് നല്ലത്. എവിടെയെങ്കിലും ഉത്സവം വരും, എവിടെയെങ്കിലും പെരുന്നാൾ കൂടിയാൽ മതി, എവിടെയെങ്കിലും ഉത്സവം കൂടിയാൽ മതി. ദൈവമായിട്ട് ബന്ധം പോയി, പേരുകൊണ്ട് വിശ്വസിക്കുക, പക്ഷെ എന്തെങ്കിലും ഉത്സവം കൂടിയാൽ മതി, ആ മൈൻഡിലേക്ക് അവൻ പോകും. ഇത് പ്രമാണം ബൈബിളിലുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 18 അധ്യായത്തിലുണ്ട്. ഇങ്ങനെ ചോദിക്കുക, ഇസ്രായേൽ ജനം ദൈവമായിട്ട് ബന്ധമൊന്നുമില്ല, പേരുകൊണ്ട് വിടിവിച്ചാലേക്ക് ദൈവത്തെ മറന്നു, പ്രാർത്ഥനയൊന്നുമില്ല. അവസാനം പിന്നെ അവർക്ക് എന്ത് ചെയ്യുക? ഒരു ഉത്സവം പോലെ അവരൊക്കെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ നോക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ട യാഗവിടെ എന്ത് ചെയ്യുക? തകർന്നു കിടക്കുക. മനസ്സിലായോ? ആ തൊട്ടിപ്പുറം എന്ത് ചെയ്യുക? വാലിൻ്റെ വലിയ ബിംബത്തിന് മുമ്പിൽ ആരെ ആരാധിക്കുക? ഈ സ്തോത്രം. ജാതികളായ അനേകർ ഈ വാലിൻ്റെ പ്രവാചകന്മാരെ ആരാധിക്കുന്നതോടൊപ്പം ഇസ്രായേൽ ജനം കൂടെ കൂടിയിട്ടുണ്ട്. ഇസ്രായേൽ ജനം ആരായിരുന്നു? ദൈവത്തിൻ്റെ ജനമായിരുന്നു. പക്ഷേ വചനം ദുർലഭമായപ്പോൾ, ദർശനം നഷ്ടപ്പെട്ടപ്പോൾ, അവർ ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ കാഴ്ചപ്പാട് പറയുമ്പോൾ എന്ത് ചെയ്യുക? അവർ പതുക്കെ പിന്മാറ്റത്തിലേക്ക് പോയി. പിന്മാറ്റത്തിലേക്ക് പോയിട്ട് ആരോട് കൂടി?
പാലിൻ്റെ കൂടെ കൂടി ഇന്നും നമുക്ക് എന്തൊക്കെ പിന്മാറ്റത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഇത് തന്നെയാണ് വരുന്നത്. സ്തോത്രം. പിന്നെ അവർക്ക് എന്ത് ചെയ്യുക? അന്യാരാധന ശക്തികളെ ഒന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചാൽ മതി, ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊത്തുരുത്ത കൂട്ടായ്മയായിട്ട് അവരങ്ങ് പോകും. അവസാനം എന്ത് സംഭവിച്ചു? പ്രവാചകൻ നോക്കിയപ്പോൾ യഹോവയെ വിളിക്കേണ്ടവർ ഈ കൂട്ടത്തിൽ കൂടിയുണ്ട്. അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നില്ല, നിങ്ങൾ എത്രത്തോളം 2 തവണയും കാര്യം വയ്ക്കും എന്ന് വെച്ചാൽ ഞായറാഴ്ച നമ്മുടെ കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് പോലും അല്ലാതെ എന്ത് ചെയ്യും? ബാലിൻ്റെ കൂട്ടായ്മയ്ക്ക് പോകും. ഞാൻ മനസ്സിലായേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇപ്പോൾ തീരാറയുന്നത്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ സ്തോത്രം ഇങ്ങനെ പറഞ്ഞു, ഏലിയ പ്രവാചകൻ പറഞ്ഞു, സ്തോത്രം, ജീവിക്കുന്ന ദൈവം ആരെന്ന് ഇന്ന് വെളിപ്പെടാൻ പോവുക. ബാലിൻ്റെ പ്രവാചകന്മാരെ പറഞ്ഞു, ആകാശത്ത് തീയിറക്കുന്ന ദൈവം സത്യദൈവം. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കാളയെ നിങ്ങൾ കള്ളക്കണ്ണായി നോക്കുക, അത് കഴിഞ്ഞ് ഞാൻ നോക്കാം. അതുകൊണ്ട് ആരിലാണോ ജീവിക്കുന്ന ദൈവം, നിങ്ങൾ തീ എത്തിക്കാൻ പോരുത്, മേളിൽ നിന്ന് തീ ഇറങ്ങി വന്ന് കത്തിക്കണം. അത് ശരിയായ ദൈവം. ആ ചലഞ്ച് ആരെ ഏറ്റെടുത്തു? ബാലിൻ്റെ പ്രവാചകന്മാരെ ഏറ്റെടുത്തു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ചാടുകയും തുള്ളുകയും എല്ലാ പോക്കത്തുകളും കാഴ്ചകളും എന്തെങ്കിലും നടന്നോ? ഒരു സംഭവം നടന്നില്ല. രാവിലെ തൊട്ട് ഉച്ച വരെ പ്രാർത്ഥിച്ചിട്ടും ഒരനക്കം ഉണ്ടായില്ല. മുറിച്ച് വെച്ചതൊക്കെ അങ്ങനെ തന്നെ ഇരുന്ന് ഉണങ്ങി പോവല്ലാതെ ഒരു തീ ഇറങ്ങി വന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഉറക്ക നിലവിളിക്കുക, അവർ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, വെളിക്ക് പോയേക്കുമായിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഏരിയാവും എന്ത് ചെയ്യുക? അവരെ പരിഹസിക്കുന്നുണ്ട്. ഇത്ര സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കുക. ഇതെല്ലാം പ്രാർത്ഥിച്ചു. അവർ ശരീരത്തെ മുറിവുകളൊക്കെ ഉണ്ടാക്കി പൈശാചികമായ രീതിയിൽ അവർ അത്ര നിലവിളിച്ചിട്ടും ഒരനക്കം അവിടെ ഉണ്ടായില്ല. എന്നാൽ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ സമയമായപ്പോൾ എന്ത് ചെയ്യുക? യാഗപീഠത്തെ ആദ്യം ചെയ്തു ക്രമപ്പെടുത്തി ക്രമം അനുസരിച്ച് യാഗപീഠത്തെ അടയ്ക്കിയതിന് ശേഷം എന്ത് ചെയ്തു? ആ ശരിയായ പ്രമാണത്തിൽ ദൈവസേന പ്രാർത്ഥിച്ചു. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവമേ, നീ തന്നെ ദൈവം എന്നറിയാൻ ഇതിന്മേൽ നിന്റെ തീ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ തീ ഇറങ്ങി ആ യാഗവസ്തുവിനെ മൊത്തം ദഹിപ്പിച്ചു. ജീവിക്കുന്ന ദൈവം ആരെന്ന് അവർ വെളിപ്പെടുവാന്നൊക്കെ മറുപടിയായി. സ്തോത്രം. അതുകൊണ്ട് രക്ഷയിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. അതിൽ കൂടി കടന്നു പോകുന്നവർ ചുരുക്കമാണ്. എന്നാൽ നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. അതിൽ കൂടി കടന്നു പോകുന്നവർ അനേകരാണ്. കാരണം അവിടെ ഉത്സവമുണ്ട്, വെടിക്കെട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് ആഹ്ലാദിക്കാൻ പറ്റിയ എല്ലാ ഓപ്ഷനുണ്ട്. അതുകൊണ്ട് അനേകർ എന്ത് ചെയ്യുക? ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പം എങ്ങനെ കഴിച്ചാലും എങ്ങനെ നടന്നാലും സുഖമാണ്. ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറഞ്ഞ ദിവസം വന്നാൽ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കണമെന്നറിയാമോ? ശരിക്കും മദ്യപിച്ച് ക്രിസ്തു ജനിച്ച സന്തോഷം കൊണ്ട് ഏറ്റവും കൂടുതൽ ബിവറേജുകളിൽ മദ്യം മേടിച്ച് കടിച്ചാണ് ആൾക്കാർ ക്രിസ്മസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയാണോ? ക്രിസ്തു ജനിച്ച സന്തോഷമാണെങ്കിൽ സ്തോത്രം എന്ത് ചെയ്യണം? മാനസാന്തരം ഉണ്ടാവേണ്ടത്. ശരിയായ ക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എവിടെ ജനിക്കേണ്ടത്? ഭിത്തിയിലും വീടിൻ്റെ ഫ്രണ്ടിലും അല്ല ക്രിസ്തു ജനിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലാണ് ജനിക്കണേ. ഭിത്തിയിലും വീടിൻ്റെ ഫ്രണ്ടിലും ക്രിസ്തു ജനിച്ചാൽ ആർക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഹൃദയത്തിൽ ക്രിസ്തു ജനിച്ചാൽ മാറ്റം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. മദ്യപാനം മാറും, മയക്കുമരുന്ന് മാറും, അവന് ജീവിതം സ്വസ്ഥതയുള്ളവനായി തീരും. അല്ലാത്ത ക്രിസ്തു ജനിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരൊച്ചയും ബഹളം ആഘോഷം വെടിക്കെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആക്കുമല്ല മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റം ഉണ്ടാവില്ല. സ്തോത്രം. അതുപോലെ തന്നെ ഈസ്റ്റർ, കർത്താവ് ഉയർപ്പ് ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചാൽ ആഘോഷിക്കുന്നത്. 50 ദിവസം നോക്കുമ്പോൾ 54 ദിവസം അല്ലെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം കുടിച്ചത് ആഘോഷിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നുവെച്ചാൽ നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. അതിൽ കൂടി കടന്നു പോകുന്നവർ അനേകരാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു മതമാണ് ആൾക്കാർക്ക് ഇഷ്ടം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏത് രീതിയിൽ നടക്കാം. പേരിന് വേണ്ടി ഒരു ശവടക്കും ഒരു കല്യാണവും പേരിനുണ്ട് മതം കിട്ടിയാൽ മതി ആൾക്കാർക്ക്. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പോകുന്ന മതമാണ് ആൾക്കാർക്ക് ഇഷ്ടം. ദൈവ ഇഷ്ടത്തിന് പോകുന്ന രീതിയിൽ നടക്കുവാൻ മനസ്സ് വെക്കുന്നതിന് മാത്രമേ നിത്യജീവനുള്ള ഉറപ്പ് കിട്ടിയിട്ടുള്ളൂ. അല്ലേ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അല്ലാത്തവൻ നിത്യജീവനെ കാണുകയില്ല. എന്നിട്ട് പറയുക, കർത്താവിനെ വിശ്വസിക്കുന്നെന്ന് പറയുകയും അവൻ്റെ വചനം അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവന് നിത്യജീവൻ കിട്ടുമോ? ഇല്ല. കർത്താവിനെ
കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾക്കും പള്ളിയുണ്ട്, ഞങ്ങൾക്കും ഉണ്ട് പ്രാർത്ഥന, ഇതെല്ലാം പറയുന്നെങ്കിലും കർത്താവിന് വചനം അനുസരിക്കാതിരിക്കുമ്പോൾ നിത്യജീവനുണ്ടോ? ഇല്ല. കർത്താവായ യേശുവിനെ അനുസരിക്കുന്നവന് നിത്യജീവൻ കിട്ടണമെങ്കിൽ യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. ആദ്യം ദൈവത്തിന് മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യുക? കർത്താവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളണം. ദൈവത്തിന് മക്കളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വർഗസ്ഥനായ പിതാവേന്ന് വിളിക്കണമെങ്കിൽ ആരായിരിക്കണം? നമ്മൾ പിതാവിൻ്റെ മക്കളായിരിക്കണം. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിടുതൽ കിട്ടണേ. അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒത്തുരുത്തമായിട്ട് കാട്ടിക്കൂട്ടി നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ക്രൈസ്തവ നിത്യജീവൻ കിട്ടത്തില്ല. ഇന്ന് ആൾക്കാർക്ക് നിത്യജീവൻ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മരിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ചെറിയ ഓഫീസും വലിയ ഓഫീസും അടിയന്തരവും ചാത്തമൊക്കെ നടത്തുന്നു. സ്തോത്രം. നിത്യജീവൻ കിട്ടുന്ന ഒരച്ഛനും പറഞ്ഞിട്ടില്ല, ഉറപ്പ് പറഞ്ഞിട്ടില്ല, ഒരു മതപുരോഹിതനും പറഞ്ഞിട്ടില്ല. നീ ഇന്ന കർമ്മം ഇത്ര രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യും? മോക്ഷസ്ഥലം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. നീ ആരെങ്കിലും ഒരാളെങ്കിലും ഉറപ്പിച്ച് പറയാം, നീ ചെയ്തുകൊണ്ടിരിക്കാനാണ് പറയണേ. സ്തോത്രം. അതുകൊണ്ട് നിത്യജീവൻ കിട്ടണമെങ്കിൽ, മരണശേഷം ജീവിതം ഉണ്ടെങ്കിൽ കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവന് ദൈവമക്കളാണ് അധികാരം നൽകുക. യേശുവെ, ഞാൻ പാപിയാണ്, നിന്നെ ഞാൻ എൻ്റെ രക്ഷകന്റെ നാഥനുമായി സ്വീകരിക്കുന്നു, എൻ്റെ പാപത്തിന് ക്ഷമിക്കണമേ, നിന്റെ മകനായി മകളായി തീരുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു പറയുമ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ പാപത്തിൽ കടിഞ്ഞുപ്പായാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം, നീ പശ്ചാത്താപ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ മതി എന്ന് പറഞ്ഞാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യും? നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ മകനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പാവങ്ങളെല്ലാം കർത്താവ് ക്ഷമിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേര് അവിടെ എഴുതും, ജീവന്റെ പുസ്തകത്തിൽ എഴുതും. വെളിപ്പാട് 20:15 പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്യെ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ എവിടെ പോകാൻ കഴിയില്ല? സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. ഇവിടുത്തെ ചാത്തോ അടിയന്തരോ മറ്റു കർമ്മങ്ങൾ കൊണ്ട് ഒന്നും എത്തിക്കാമെന്ന് ബൈബിൾ പറയുന്നില്ല. ബൈബിൾ പറയുന്നത് പോലെ പോകുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇന്നലെ നാളെ ഈ ലോകത്ത് മാറ്റപ്പെട്ടാൽ നിത്യജീവൻ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചാകാത്ത മുഴുവൻ കഴാത്ത തീമുള്ള നിത്യ നരകത്തിലേക്ക് പോകാം. സ്വർഗത്തിലേക്ക് പോകേണ്ട വഴിയെക്കുറിച്ച് ഒരു ഉപദേശി പ്രസംഗിച്ചപ്പോൾ വള്ളി നിക്കറിട്ട് കുറ്റിവീട് വലിച്ച 3ാം ക്ലാസ്സുകാരൻ ചോദിച്ചു, ഉപദേശി നരകത്തിലേക്കുള്ള പോകുന്ന വഴി ഏതാണെന്ന് പറഞ്ഞു. സ്വർഗത്തേക്കുള്ള വഴിയല്ലേ പ്രസംഗിക്കണേ? ഉപദേശി പറഞ്ഞാൽ തന്നെ ഈ പയ്യനോട് പറഞ്ഞു, മോനെ ഇപ്പം ഈ പോകുന്ന വഴി തന്നെ അങ്ങ് പോയാൽ മതി, അവിടെ എത്തിക്കോളൂ എന്ന് പറഞ്ഞു. അതിന് പ്രമാണമില്ല. തോന്നിയതുപോലെ നടക്കാം, തോന്നിയതുപോലെ ജീവിക്കാം, തോന്നിയതുപോലെ എന്തൊക്കെ കാട്ടിക്കൂട്ടാം. പ്രൈസലോ, ഹല്ലേലൂയ. ഒരു പള്ളിയിൽ മതത്തിൻ്റെ സപ്പോർട്ട് കിട്ടാൻ അവിടെ കൊടുക്കുന്ന മാസവരി ഓർത്താൽ മാത്രം മതി. സ്തോത്രം. അവൻ്റെ ഈ ലോകത്ത് സ്തോത്രയ അവൻ്റെ കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷേ ഈ ലോകത്തിലെ കാര്യമല്ല, ഈ ലോകത്തിലെ താൽക്കാലിക മോഹത്തെക്കാളും സ്തോത്രം ഒരു നിത്യജീവൻ അവകാശിയായി തീരുവാൻ നമ്മൾ തന്നെ സമർപ്പിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്ത് മാറ്റപ്പെട്ടാൽ നിത്യത എവിടെ ചെല്ലുമെന്നുള്ള ഉറപ്പ് നമ്മൾ പ്രാപിക്കുക. അങ്ങനെ പ്രാപിച്ചില്ലെങ്കിൽ നമ്മൾ ലോകത്ത് എന്തൊക്കെ വാരിക്കൂട്ടിയാലും എന്തൊക്കെ നേടിയാലും, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമെന്നാണ് ചോദിക്കുന്നത്? ഈ ലോകം എത്ര വെട്ടിപ്പിടിച്ചാലും എത്ര കോടികൾ ഉണ്ടാക്കിയാലും അവൻ്റെ പ്രാണൻ നഷ്ടപ്പെട്ടാൽ നിത്യനരകത്തിലാണ് പോകണമെങ്കിൽ അവൻ എന്ത് പ്രയോജനമാവുള്ളൂ എന്ന് വേദവസ്തം ചോദിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലെ, ഈ നാളുകളിൽ ചാകാത്ത തീമുള്ള നിത്യനരകത്തിന് അവകാശിയായിട്ടല്ല, നിത്യജീവൻ അവകാശിയായി തീരുവാൻ കർത്താവെ, ദൈവത്തിന് പ്രസാദമുള്ള മകനായി തീരുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, നിനക്ക് പ്രസാദമുള്ളവർ വിടുവിക്കപ്പെടത്തക്ക രീതിയിലേക്ക് കർത്താവെ നീ എന്നെ ഒരുക്കുമാറാകണമേ. അനേകർ അന്ധകാരത്തിന് വലിച്ചെടുക്കുവാൻ യഥാർത്ഥ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നീ എനിക്ക് ക്രമ തരണമേ കർത്താവെ, നീ എന്നെ ഉപയോഗിക്കണമേ കർത്താവെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ ഈ ദൈവം നിങ്ങളെ കരങ്ങളെടുക്കുവാൻ ശക്തിയുള്ള ദൈവമാണ്. എങ്ങനെയാ? അനേകർ അന്ധകാരത്തിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ നീ എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ കരങ്ങളെടുക്കും. പക്ഷേ ഒരുത്തിന് അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ ആദ്യം നമ്മളിലുള്ള അന്ധകാരം മാറണം. സ്വതന്ത്രം നമ്മളിൽ സാത്താൻ അവകാശപ്പെട്ട ഒരു ചരക്കും ഉണ്ടാകരുത്. അതുകൊണ്ട് സ്തോത്രം. സകലവും ദുഷ്ടന്റെ അധീനക്ക് എടുക്കുമ്പോൾ അഭിഷേകത്തിന് അഗ്നിയാൽ കർത്താവെ ഇരുളിൽ വെളിച്ചത്തിലേക്ക് അനേകരെ വേർതിരിക്കുന്ന ഒരു ദൈവകൃപ അയക്കണമെന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിക്കാലം ഒരു വിടുതലിന് വേണ്ടി ദൈവം നമ്മളെ കരങ്ങളെടുക്കട്ടെ.
അഭിഷേകത്തിന് അഗ്നി ദൈവം നിങ്ങളുടെ മേൽ പകരട്ടെ. ആമേ സ്തോത്രം. ആമേ സ്തോത്രം. അന്ധകാര ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, ആമേ സ്തോത്രം, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണെന്ന് പറഞ്ഞതുപോലെ ഈ നാളെ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ആമേ സ്തോത്രം തീച്ചൂളിലും കിടക്കുന്ന അനേകരെ തീയിൽ വലിച്ചെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ അഭിഷേകത്തിന് അഗ്നി എന്നിൽ കത്തുവാൻ, ദൈവക്രമ കത്തുവാൻ. ആമേ സ്തോത്രം. ശത്രു ഒരു വഴിയായി നിനക്കെതിരെ കടന്നുവരും, 7 വഴിയെ ചിതറിപ്പോകത്തക്ക രീതിയിലേക്ക് ദൈവം നിങ്ങളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന ഒരാത്മാവിൻ്റെ അഭിഷേകത്തിന് ശക്തി വ്യാപരിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്തുതിഗീതം പാടി ദൈവത്തെ നമുക്ക് വായത്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവിൻ വരലേൽപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസന്നിധിയിലെ നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിടുവാൻ. ആശിഷമാരിയണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ആശിഷമാരിയണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേൽ. ഉണർവിൻ വരലേൽപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസന്നിധിയിലെ നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻകൃപകൾ ഞങ്ങൾക്കരുളൂ, അനുഗ്രഹിക്കൂ. Praise the Lord. Hallelujah. കർത്താവിന്റെ സന്നിധിയിൽ മുഖ്യപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ആരാധന വെച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ഹിതം പോലെയല്ല ദൈവത്തിന് ഇഷ്ടപ്രകാരം ദൈവം നമ്മൾ തീർക്കാനത്താൽ വഹിച്ചല്ല തിരുഹിതം പോലെ എന്നെ നടത്തണമേ. പശുവിൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ നീ അനുദിനം നീ എന്നെ പണിയണമെന്ന് പറഞ്ഞതുപോലെ ഈ നാളുകളിൽ നമ്മുടെ ഹിതം പോലെയല്ല ദൈവത്തിൻ്റെ ഹിതപ്രകാരം പണിയാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ സ്വർഗത്തിലെ ദൈവം ശാമി നീ അകത്തു വരുമ്പോഴും പുറത്തു വരുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിലേക്ക് ദൈവം നിന്നെ മാനിക്കും. ആമേ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേ ശത്രു നിനക്കെതിരെ ഒരു വഴിയായി കടന്നു വരും, 7 വഴിയായി ചിതറിപ്പോകത്തക്ക രീതിയിൽ ദൈവം നിന്നെ അഭിഷേകം കൊണ്ട് നിറയ്ക്കും. ആമേ സ്തോത്രം. നിനക്കെതിരെ വ്യാപരിക്കുന്ന പാതാള ഗോപുര ശക്തികൾ നിന്നെ കാണുമ്പോൾ ഭയപ്പെടുന്ന രീതിയിലേക്ക് നീ ചെല്ലുമ്പോൾ വെളിച്ചം വരുമ്പോൾ ഇരുൾ മാറുന്നത് പോലെ നീ ചെല്ലുന്നവർക്ക് വേണ്ടി വിടുതൽ നൽകുന്ന രീതിയിലേക്ക് ദൈവം നിന്നെ അഭിഷേകം കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കും. ആമേ സ്തോത്രം. അതുകൊണ്ട് നിന്റെ ദർശനം നഷ്ടപ്പെട്ടു പോയാൽ, നിന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയാൽ, നിന്റെ ദർശനം മങ്ങിപ്പോയാൽ ശത്രു നിന്നെ ഹല്ലേലൂയ സ്തോത്രം ആമേ അവൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആമേ സ്തോത്രം ഒരു ചട്ടകമായിട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നെ ആക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയത്തോടെ വിറയിലൂടെ പവറോടെ കർത്താവിനോട് ജലിക്കുന്ന ഒരു അഭിഷേകമാക്കി തീർക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഈ നാളുകളിൽ ഏൽപ്പിക്കാം. എൻ്റെ ഹിതം പോലെയല്ല പിതാവേ, നിന്റെ ഹിതം പോലെ നീ ഒരിക്കലുമേ കർത്താവേ. പൈശാചിക ബന്ധനങ്ങളെ തകർക്കുവാൻ, പാതാള ഗോപുര ശക്തികളെ ജയിക്കുവാൻ, അറക്കുവാൻ, മുടിക്കാൻ, മോഷ്ടിക്കാൻ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികളെ തകർക്കുന്ന ഒരു അത്യന്ത അഭിഷേകം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ, കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ, ഈ ദേശത്ത് കർത്താവേ മനസ്സിന് മുട്ടടക്കുന്ന വ്യക്തികളുടെ മേൽ വ്യാപരിക്കുവാൻ കർത്താവേ നിന്റെ കൃപകൾ ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപയെ ദൈവം നിറയ്ക്കാൻ പോകുന്നതിനായി കർത്താവിൻ്റെ കൃപയ്ക്കായി ചാത്തിലെ കർത്താവ് നാളെ പകൽ നടക്കുന്ന ആരാധനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആ സഭായോഗത്തിൽ വലിയ വിടുതലുകൾ നടക്കണം കർത്താവെ. കടന്നു വരുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ കെട്ടപ്പെട്ടവർ, അടിമതത്തിലായിരിക്കുന്നവർക്ക് വലിയൊരു വിടുതലുണ്ടാകുവാൻ തക്കണം കർത്താവെ. പൈശാചിക ബന്ധനങ്ങളെ അടിച്ചു മാറ്റുന്ന ഒരു അത്യന്ത അഭിഷേകം കർത്താവെ നിന്റെ മക്കൾക്ക് കൊടുക്കണം കർത്താവെ. കന്മോഹം ജലമോഹം ജീവിതത്തിന് പ്രധാനപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് ദർശനം മാറ്റിക്കൊണ്ട് ദൈവത്തിന് അകറ്റക്കളയുവാൻ തന്ത്രങ്ങൾ ഒരുക്കുന്ന സാത്താന്റെ കെട്ടുകളെ നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ശാസിച്ചു മാറ്റുന്ന കർത്താവെ. കുടുംബങ്ങൾ
കർത്താവ് കൺമോഹത്തിലേക്ക് ജനമോഹത്തിലേക്ക് ഈ നാളിൽ കൺമോഹത്തിന്റെ ജനമോഹത്തിന്റെ ലോകത്തിന്റെ തിന്മയിലെ വ്യാപാരത്തിലേക്ക് ആമേ സ്തോത്രം തള്ളിയിട്ടുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പുറകോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ദുഷ്ടശക്തികളുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കുക, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. വ്യാപാരത്തെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുകയാണ്. ഓ ഈ നാളുകളിൽ ആഭിചാരത്തിന് ശക്തി കിട്ടുകൊണ്ട് മന്ത്രതന്ത്ര ശക്തി കേട്ടുകൊണ്ട് അനേകം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അനേക കുടുംബങ്ങൾ സ്വസ്ഥത നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ കർത്താവേ ജീവിക്കുന്ന മരിച്ചുമതി ആയിത്തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക പ്രമാണം വിട്ടുമാറുന്നവരുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ കർത്താവെ പദ്ധതിയിലേക്ക് മടക്കാനത്തക്ക രീതിയിൽ കർത്താവെ ദുഷ്ടം പല്ലുകടിച്ച് ഉരുകി പോകത്തക്ക രീതിയിലേക്ക് ജനത്തിനൊരു മാറ്റം കൊടുക്കട്ടെ കർത്താവെ. പൈശാചിക പദ്ധതികൾ, പൈശാചികന്റെ ആലോചനകൾ ആമേ സ്തോത്രം അനേക കുടുംബങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ മദ്യത്തിലേക്ക് മയക്കുമരുന്നിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ ആത്മഹത്യ മതി നീ ജീവിക്കേണ്ട എന്ന ചിന്തയിലേക്ക് ചിലരെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥകളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഈ നാളിൽ ജയമെടുക്കത്തക്ക രീതിയിൽ ശരിയായ മാനസാന്തരത്തിലേക്ക് ജനജനത്തെ കർത്താവെ വേർതിരിക്കുവാൻ കർത്താവ് ഈ നാളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. എൻ്റെ കർത്താവിന്റെ കൃപയ്ക്കായിട്ടായിട്ട് കർത്താവായ യേശു അപ്പച്ച നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണേ. ആമേൻ. കർത്താവ് പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 കർത്താവ് നമ്മളെ എത്രത്തോളം അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 നമ്മുടെ കർത്താവായ യേശുവിൻ കൃപ സ്നേഹം ആശീർവദിച്ച് കൂട്ടായ്മ സഹവാസം പ്രാർത്ഥിച്ച വിഷയത്തോട് നമ്മോടുകൂടി ഓരോ സർവശക്തിമാരെപ്പോഴും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം പറഞ്ഞത്. ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദി സഹായിക്കുമാറാകട്ടെ. ആമേൻ.